ക്രിസ്തുവിൻ്റെ സഭ, പുതിയ നിയമസഭ എന്നാണ് രൂപം കൊണ്ടതെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരവാ കിട്ടുക? നമുക്കൊരു ഉത്തരവാ കിട്ടുക അല്ലേ? പെന്തക്കോസ് ദിനത്തിൽ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം, പെന്തക്കോസ് ദിനത്തിലാണ് സഭ ആരംഭിച്ചത് എന്നാണ് ഇന്ന് ലോകത്തിലുള്ളായിരിക്കുന്ന 99% ആളുകളും അതിനെക്കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. സഭ എന്നുള്ളായിരിക്കുന്ന ആ വാക്ക് ആദ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കാണ്. എന്താണ്? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ ലോകത്തിലുള്ളായിരിക്കുന്ന ആളുകളെല്ലാം രണ്ടാമത് ഒന്നുകൂടി പറയും, കർത്താവ് പണിയുമെന്ന് പറഞ്ഞായിരിക്കുന്ന സഭയാണ് ഞങ്ങളുടെ സഭ. ഇന്ന് സഭ ആരംഭിച്ചത് പെന്തക്കോസ് ദിനത്തിലാണ് എന്നുള്ളതും, മറ്റൊന്ന് കർത്താവ് പണിയുമെന്ന് പറഞ്ഞായിരിക്കുന്ന സഭയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ സഭ. വ്യത്യാസമില്ലാതെ ആളുകൾ എല്ലാവരും ഉപദേശിക്കുന്നതായിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എഴുത്തിൽ നിന്നും ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെക്കുറിച്ചും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായിരിക്കുന്ന ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ സഭയെക്കുറിച്ചും ഒന്ന് വ്യത്യസ്തമായിട്ട് തിരുവെഴുത്തിൽ നിന്ന് പഠിക്കണം, നിങ്ങളോട് പറഞ്ഞു തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഭ എന്ന വാക്ക് ഗ്രീക്കില് എക്ലീസിയ എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. എക്ലീസിയ പ്രത്യേക ഉദ്ദേശത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം എന്നാണ് എക്ലീസിയ എന്ന ആ ഗ്രീക്ക് വാക്കിൻ്റെ മൂലാർത്ഥം. നിയമത്തിലെ സഭയിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. പ്രവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ നമുക്കൊന്ന് വായിക്കാം. 2 വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് യഹോവയുടെ സഭയെക്കുറിച്ച് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും. എന്നാൽ ഈ നിയമത്തിൽ മാത്രം തുടങ്ങിയതല്ല എന്നുള്ളതും അത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇങ്ങനെ ദോഷങ്ങളുള്ളവര് യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നതായിരിക്കുന്ന വാക്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഒരു വേദഭാഗം കൂടെ നമുക്ക് വായിക്കാം. സങ്കീർത്തനം 24:2. ഈ പണ്ടേ സമ്പാദിച്ച നിന്റെ സഭ. അതേതാ ഈ സഭ? അതാണ് നമ്മളിപ്പോൾ ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ചത്, യഹോവയുടെ സഭ. യഹോവയുടെ സഭ എന്ന് പറഞ്ഞാൽ ഏതാ? ഇസ്രായേൽ ജനതയുടെ കൂട്ടം. മോശയുടെ ഉള്ളതായിരിക്കുന്ന മരുഭൂമിയിലൂടെ ദൈവം നടത്തിക്കൊണ്ട് വന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കുന്ന ആ ജനത്തെയാണ് യഹോവയുടെ സഭ. നമ്മളിപ്പോൾ വായിച്ചപ്പോൾ കണ്ടല്ലോ ആവർത്തന പുസ്തകത്തില് എന്താണ്, അമ്മോന്യരും മോവാബ്യരും അവരുടെ 10-ാം തലമുറ പോലും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, ഷണ്ടനോ ചിഹ്നലിംഗനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ യഹോവയുടെ സഭ, ഇവിടെ സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് യഹോവയുടെ സഭ, നീ പണ്ടേ സമ്പാദിച്ച നിന്റെ സഭ. സാധാരണഗതിയിൽ ലോകത്തിലുള്ളായിരിക്കുന്ന എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് സഭ പെന്തക്കോസ് ദിനത്തിൽ തുടങ്ങി എന്നാണ്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് സഭ തുടങ്ങിയതെന്നാണ്. എന്നാൽ തിരുവെഴുത്ത് ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ അങ്ങനെയല്ല. സഭ തുടങ്ങിയത് എന്നെ വിളിച്ച് വേർതിരിച്ച കാലം മുതൽ തന്നെ ദൈവത്തിന്റെ സഭ രൂപം കൊണ്ടിരുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യം നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാകാം. അതിനാണ് നമ്മൾ 1-2 വാക്യങ്ങൾ ഇപ്പോൾ വായിച്ചത്. സഭയെ മേയിക്കേണ്ടതിന് ദൈവം ആക്കി വെച്ചതായിരിക്കുന്ന ആദ്യത്തെ ഇടയനാണ് പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്നതായിരിക്കുന്ന മോശ. ആളൊക്കെ ഈ സഭയെ വഹിച്ചുകൊണ്ട് നടന്നിട്ട് മോശ വിഷമം വന്നപ്പോൾ മോശ ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ ഒരു ധാത്രി തൻ്റെ കുഞ്ഞിനെ വഹിക്കുന്നത് പോലെ ഈ ജനത്തെ മുഴുവൻ 10-20 ലക്ഷം ജനമുണ്ടെന്നേ, ഈ ജനത്തെ മുഴുവൻ വഹിക്കേണ്ടതിന് ഞാൻ ഇവരെ എല്ലാവരെയും കൂടി പ്രസവിച്ചോ, ഞാൻ ഇവരെ ചുമന്നുകൊണ്ട് നടക്കാൻ എന്ന് ദൈവത്തോട് കോപത്തോടെ മോശ ചോദിക്കുന്ന ചോദ്യമൊക്കെ ഉണ്ട്. എന്നാൽ ദൈവം മോശയെ നീക്കി കളഞ്ഞില്ല. മോശയോട് കൽപ്പിച്ചായിരിക്കുന്ന കാര്യം, നൂന്റെ മകനായ യോശുവയെ വിളിക്കുക, അവനെ സർവ്വജനത്തിൻ്റെയും മുമ്പാകെ നിർത്തിയിട്ട് ക്ഷേമം ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ മോശ തൻ്റെ കാലത്തിൻ്റെ അവസാന കാലഘട്ടം ആയപ്പോഴേക്കും ദൈവത്തിൻ്റെ സഭയായിരിക്കുന്ന ഇസ്രായേലിനെ മേയിക്കാനായിട്ട് മോശയുടെ പിൻഗാമിയായി യോശുവ, നൂന്റെ മകനായിരിക്കുന്ന യോശുവയെ ഏൽപ്പിക്കുകയും യോശുവിലൂടെ ആ സഭ മുമ്പോട്ട് പോവുകയും വാഗ്ദത്ത കനാദേശത്തേക്ക് എത്തുകയും അവിടെ ദൈവം അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞായിരിക്കുന്ന ആ രാജ്യം, ഏകദേശം 7 രാജ്യങ്ങളുടെ അധീനതയിൽ കിടന്നായിരിക്കുന്ന ആ കനാൻ ദേശം യോശുവയുടെ നേതൃത്വത്തിൽ പിടിച്ചടക്കിക്കൊണ്ട്
യഹോവയുടെ സഭ എന്ന് പറയുന്ന ഇസ്രായേൽ രാജ്യം അവിടെ സ്ഥാപിതമായി. അപ്പൊ തിരുവെഴുത്തില് യഹോവയുടെ സഭ എന്ന് നമുക്ക് ആദ്യം കാണുവാനായിട്ട് കഴിയുന്നത് ഇസ്രായേൽ ജനത്തിന്റെ സഭയാണ്. അതിനെയാണ് യഹോവയുടെ സഭ എന്ന് അനേകം വാക്യങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് പറ്റും. അപ്പൊ ഈ സഭയെ മേയിക്കാൻ ആദ്യം ഉണ്ടായിരുന്ന മോശയാണ്, രണ്ടാമത് യോശുവയായിരുന്നു. ഈ യോശുവയുടെ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ജനതയെ നടത്തിയത് ന്യായാധിപന്മാരാണ്. അനേക ന്യായാധിപന്മാരുടെ മുഖാന്തരം ഇസ്രായേലിന്റെ സഭയെ നയിച്ചുകൊണ്ട് പോന്നു. ഈ നയിച്ചുകൊണ്ട് വന്നായിരിക്കുന്ന സമയത്ത് ഇസ്രായേൽ ജനത എന്ത് പറഞ്ഞു എന്നറിയാമോ? പല ജാതികൾക്ക് രാജാക്കന്മാരുണ്ടല്ലോ, ഞങ്ങളെയും നടത്തേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ച് തരണമെന്ന് പറഞ്ഞു. ശൗമേൽ പ്രവാചകന് വളരെ വിഷമം തോന്നി. ശൗമേലിന് ദേഷ്യം വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ശൗമേൽ പറഞ്ഞു, നിങ്ങൾ യഹോവയെ നിരസിച്ചിരിക്കുന്നു, യഹോവയാണ് നിങ്ങളുടെ യഥാർത്ഥ രാജാവ്, പിന്നെ നിങ്ങൾ എങ്ങനെ ഒരു രാജാവിനെ ചോദിക്കും എന്ന് ചോദിച്ചു. അപ്പൊ ഈ ജനം പിന്നെയും പറഞ്ഞു, അങ്ങനെയല്ല, ലോകത്തിലുള്ളായിരിക്കുന്ന മറ്റു രാജ്യങ്ങൾക്കെല്ലാം രാജാക്കന്മാരുണ്ട്, അതുകൊണ്ട് ഇസ്രായേൽ ജനതയായിരിക്കുന്ന അവന്റെ സഭയായിരിക്കുന്ന ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരണം എന്ന് പറഞ്ഞു. നിർബന്ധം സഹിക്ക വയ്യാതെ പ്രവാചകൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവരുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു. ആദ്യമായിട്ട് ശൗൽ എന്ന് പറയുന്നതായിരിക്കുന്ന രാജാവിനെ അവർക്ക് വാഴിച്ചു കൊടുത്തു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ശൗലിന്റെ നേതൃത്വത്തിൽ ഏകദേശം ഒരു 10-40 വർഷത്തോളം ആ ഇസ്രായേൽ ജനത മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ദൈവം തിരഞ്ഞെടുത്തായിരിക്കുന്ന തൻ്റെ ജനത്തെ മേയിക്കേണ്ടതിന് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചതായിരിക്കുന്ന ഒരു രാജാവിനെ അവർക്ക് വേണ്ടി തീരുമാനിച്ചു. ആ രാജാവായിരുന്നു ഈശായുടെ പുത്രനായിരിക്കുന്ന ഇളയ പുത്രനായിരിക്കുന്ന ദാവീദ് എന്ന് പറയുന്ന വ്യക്തി. അതിനെക്കുറിച്ച് ദൈവം പറഞ്ഞു, ഞാൻ ഈശായുടെ മക്കളിൽ എനിക്ക് ബോധിച്ച ഒരു പുരുഷനെ കണ്ടെത്തിയിരിക്കുന്നു, നീ പോയി അവനെ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞു. യാഗം അർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം നിന്റെ രാജസ്ഥാനം നിന്റെ കയ്യിൽ നിന്ന് എടുത്ത് തനിക്ക് ബോധിച്ച ഒരുത്തിന് കൊടുക്കും എന്ന് ദൈവം ശൗമേൽ മുഖാന്തരം ഈ ശൗലിനോട് പറയുകയും അങ്ങനെ ദൈവം ശൗലിനെ നീക്കിക്കൊണ്ട് ഇസ്രായേലിന് രാജാവായിരിക്കാൻ തക്കവണ്ണം ഈശായുടെ പുത്രനായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവീദിനെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ രാജസ്ഥാനത്തേക്ക് ദാവീദ് വരികയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ആ ദാവീദ് രാജാവിൻ്റെ നേതൃത്വത്തിൽ അങ്ങോട്ട് പോവുകയാണ് ഇസ്രായേൽ ജനത. എന്നാൽ ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തപ്പോൾ ദാവീദിനോട് അരുളി ചെയ്തായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ നിന്റെ സന്തതിയിൽ നിന്ന് ഒരുത്തനെ എന്നേക്കും ഇസ്രായേലിന് രാജാവായിരിക്കേണ്ടതിന് ഞാൻ നൽകുമെന്ന് പറഞ്ഞു. നിന്റെ സന്തതിയിൽ നിന്ന് ഒരുത്തനെ എന്നേക്കും. അപ്പൊ എന്നേക്കും രാജാവായിരിക്കാൻ ശലോമോന് പറ്റുകയില്ല. ശലോമോൻ സാധാരണ മനുഷ്യനാ. ശലോമോൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ രാജ്യത്വം അവസാനിച്ചു അല്ലേ? എന്നാൽ എന്നേക്കും രാജാവായിരിക്കുന്നതായിരിക്കുന്ന ഒരു സന്തതിയെ ഞാൻ ഇസ്രായേൽ ജനത്തിന് വേണ്ടി നിയമിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് രാജാവിലൂടെ ഈ ജനത മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഇസ്രായേൽ ജനത്തെ ദാവീദിന്റെ സന്തതി ഭരിച്ച് അവർ അനുഗ്രഹീതരായിരിക്കുന്ന ദൈവസഭയായി ലോകത്തിൽ നിലനിൽക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. എങ്കിലും നമുക്കൊരു കാര്യം അറിയാം, ഈ ദാവീദിനെ വിളിച്ച് ദാവീദിന്റെ രാജ്യത്വം കഴിഞ്ഞു. എൻ്റെ പുത്രനായിരിക്കുന്ന സോളമൻ രാജാവിന് കിട്ടി. സോളമൻ രാജാവിൻ്റെയും കാലഘട്ടം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? ഈ രാജ്യങ്ങള് രണ്ടായിട്ട് അങ്ങ് പിരിഞ്ഞു. തെക്കേ ദേശവും വടക്കേ ദേശവുമായിട്ട് 2 രാജ്യമായിട്ട് അങ്ങ് പിരിഞ്ഞു. 10 ഗോത്രങ്ങളുള്ളായിരിക്കുന്ന ഒരു ഭാഗവും 2 ഗോത്രമുള്ളായിരിക്കുന്ന ഒരു ഭാഗവുമായിട്ട് അങ്ങ് പിരിഞ്ഞു ഈ ശലോമോന്റെ മക്കളുടെ കാലഘട്ടത്തിൽ. അങ്ങനെ ഇസ്രായേൽ ചിദ്രിക്കപ്പെട്ടു. ഇവരൊന്നിച്ച് ഒരു രാജാവിന്റെ കൈക്കീഴിൽ ഈ സഭ ഭരിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യണമായിരുന്നു. എന്നാൽ സംഭവിച്ചത്, ഇവര് 2 രാജ്യങ്ങളായിട്ട് പിരിയുകയും 2 രാജാക്കന്മാര്, ഒന്ന് ശമര്യ തലസ്ഥാനമായിരിക്കുന്ന ഇസ്രായേൽ രാജ്യവും യെരുശലേം തലസ്ഥാനമായിരിക്കുന്ന യഹൂദ രാജ്യവുമായി 2ആയി പിരിയുകയും ഈ 2 രാജ്യങ്ങളും തമ്മിലും മത്സരവും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ചു കാലം അവർ മുമ്പോട്ട് പോയി. പറയുന്നതായിരിക്കുന്ന 10 ഗോത്രങ്ങളുള്ളായിരിക്കുന്ന ഇസ്രായേൽ സാമ്രാജ്യത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യത്തെ ആ ഗോത്രങ്ങളെ മുഴുവൻ ശമര്യ കീഴടക്കുകയും ശമര്യയിലേക്ക് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് അധികം താമസിക്കാതെ തന്നെ ബാബിലോൺകാര് ബാക്കി 2 ഗോത്രത്തെ കീഴടക്കുകയും അവർ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ പട്ടണം അല്ലെങ്കിൽ ഇസ്രായേൽ പ്രദേശം തന്നെ ഏകദേശം ശൂന്യമായി തീരുകയും അങ്ങനെ ഇസ്രായേൽ സഭ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭാഗികമായിട്ടെങ്കിലും നാമകരണപ്പെട്ടുപോയി എന്ന് പറയേണ്ടുന്ന വിധത്തിലേക്ക് 2 രാജ്യങ്ങളും തകർന്നു പോവുകയും ദൈവത്തിന്റെ സഭ ഭൂമിയിൽ പോവുകയും ചെയ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിനെക്കുറിച്ച് തിരുവെഴുത്തിൽ പറയുന്നതായിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ?
വൃത്താന്തം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം. ഇസ്രായേലിന്റെ രാജ്യത്വത്തിൽ ദാവീദിന്റെ പുത്രനായിരിക്കുന്നവൻ അല്ലെങ്കിൽ ദാവീദിന്റെ പാരമ്പര്യത്തിൽ നിന്ന് ഒരുത്തൻ ഇസ്രായേൽ സഭയ്ക്ക് എന്നേക്കും രാജാവാകണം എന്നുള്ളതായിരിക്കുന്ന ദൈവ തീരുമാനമാണ്. ഈ വാക്യങ്ങളെല്ലാം വായിച്ചാലറിയാം. ഞാൻ അവിടെ ഒന്നും നിൽക്കാതെ മുമ്പോട്ട് പോവുകയാണ്. അപ്പം അവിടെയും വായിക്കുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 78 നമ്മളത് വായിക്കുന്നുണ്ട്. ദാവീദിനെ വിളിച്ചതിന്റെ ഉദ്ദേശവും ദാവീദിനെ ഈശായുടെ പുത്രന്മാരിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഇസ്രായേലിന് രാജാവാക്കി വെച്ചതിന്റെ ഉദ്ദേശവും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദാവീദ്യ വംശം അല്ലെങ്കിൽ ദാവീദ്യ പുത്രൻ എന്നേക്കും ഇസ്രായേൽ സഭയ്ക്ക് രാജാവായി എന്നേക്കും നിലനിൽക്കണം എന്നുള്ളതായിരിക്കുന്ന ഉദ്ദേശത്തിലാണ്. എന്നാൽ അത് നിലനിന്നില്ല. ദാവീദിന്റെ പുത്രനായിരിക്കുന്ന ശലോമോൻ കുറച്ചു കാലമൊക്കെ നല്ല രീതിയിലൊക്കെ ഭരിച്ചു. പിന്നെ ശലോമോനെ കുറിച്ച് നമുക്കറിയാം, ശലോമോനും പരാജയപ്പെട്ടു പോയി അല്ലേ. ശലോമോനും അവസാന നാളുകളിലൊക്കെ പരാജയപ്പെട്ടു പോയി. എന്നാലും അവന്റെ രാജ്യത്വം നീക്കി കളഞ്ഞില്ല കേട്ടോ. എന്നാൽ ശലോമോന്റെ ശേഷം അവന്റെ രാജ്യത്വം ചിതറിക്കപ്പെടുകയും ഇങ്ങനെ ഈ ഗോത്രങ്ങൾ പിരിഞ്ഞു പോവുകയും ചെയ്തു എന്ന് നമുക്കറിയാം. ദാവീദിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത എന്ന സഭ ഒന്നിച്ചു ചേർന്ന് ദാവീദിന്റെ മക്കളായിട്ടോ അല്ലെങ്കിൽ ദാവീദിന് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത സന്തതിയിലൂടെയോ ആ സഭ നിലനിൽക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ദൈവം ഈ ജനത്തെ ഇങ്ങനെ ഒരുക്കിയതും ദാവീദിനെ രാജാവായിട്ട് തിരഞ്ഞെടുത്തതും എന്ന് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കീർത്തനം 78-ന്റെ 70 മുതൽ 72 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു, ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി, തൻ്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കേണ്ടതിന് അവൻ അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ അവർ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഈ ദാവീദിനെ രാജാവായി തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഈ ദാവീദ്യ രാജ്യത്വം എന്നേക്കും ഇസ്രായേലിനെ നിലനിൽക്കണം, ഇസ്രായേലിനെ ഭരിക്കണം. ദാവീദ് എന്ന രാജാവിൻ്റെ കീഴിൽ ഇസ്രായേൽ ജനത അനുഗ്രഹിക്കപ്പെടണം, ആ സഭ ആ വിധത്തിൽ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളത് തിരുവെഴുത്തിലെ ഒരു സാക്ഷ്യമായിരുന്നു. ജനത തകർന്നുപോയി. ഈ ജനതയെ 2 രാജ്യങ്ങൾ പിടിച്ചുകൊണ്ടുപോയി. പല സമയങ്ങളിലും ഇസ്രായേലിനെ പല രാജ്യങ്ങളും അതിനുശേഷം കീഴടക്കുകയും പിടിച്ചുകൊണ്ടു പോവുകയും ഇസ്രായേൽ സഭ ശാശ്വതമായി നിലനിൽക്കാതെ വണ്ണം അത് തകർന്നു പോവുകയും ചെയ്തു. ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ദാവീദിൻ കൂടാരത്തെ വീണുപോയി. എന്താ സംഭവിച്ചേ? ഈ ദാവീദിന്റെ കൂടാരം എന്ത് സംഭവിച്ചു? അതായത് ഇസ്രായേൽ സഭ എന്ത് സംഭവിച്ചു? നിലംപരിചായിപ്പോയി, വീണുപോയി. ദാവീദിന്റെ കൂടാരം വീണുപോയി, ഈ സഭ നിലംപരിചായിപ്പോയി. പക്ഷെ അന്നേരം ഇത് മനസ്സിലാക്കണം. എന്താണെന്നറിയാവോ? ദൈവം ഇസ്രായേലിന് കൊടുത്തായിരിക്കുന്ന വാഗ്ദത്തം ഓർക്കണം. ദാവീദിനെ അവർക്ക് എന്നേക്കും രാജാവായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുന്ന ഒരുത്തനെ ഇസ്രായേലിന് എന്നേക്കും പ്രഭുവായിട്ട് എന്നേക്കും രാജാവായിട്ട് ഇസ്രായേലിന് കൊടുക്കുമെന്ന് തന്നെയാണ് അവരോട് അരുളി ചെയ്തത്. അവർ ഏദോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എൻ്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും. എന്നാളിലാ ഇത് വീണുപോയി. ദാവീദിന്റെ കൂടാരം വീണുപോയി, യഹൂദ സഭ വീണുപോയി, ഇസ്രായേൽ സഭ വീണുപോയി. ഈ ദാവീദിൻ കൂടാരത്തെ ഞാൻ നിവർത്തുകയും അതിൻ്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അതിൻ്റെ ഇടിവുകളെ തീർക്കുകയും ചെയ്യും എന്ന് പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തു. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ യഥാർത്ഥ ദാവീദ് സന്തതിയായി ലോകത്തിലേക്ക് വരേണ്ടവൻ. കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥ ദാവീദിന്റെ സന്തതിയായി ലോകത്തിലേക്ക് വന്നു. എന്തെന്നാ വിളിച്ചേ? ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണം. അതിനെക്കുറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ദാവീദിലൂടെ ഇസ്രായേൽ എന്ന് പറയുന്നതായിരിക്കുന്ന സഭ എന്നേക്കും ദാവീദിലൂടെ എന്ന് പറഞ്ഞാൽ ദാവീദ് സന്തതിയിലൂടെ ഇസ്രായേൽ സഭ എന്നേക്കും നിലനിൽക്കുകയും ഈ സഭ നിലനിന്ന് മുമ്പോട്ട് പോവുകയും ചെയ്യണം എന്നുള്ള ദൈവഹിതത്തിന് വിരോധമായി ഈ സഭ വീണുപോയി. ഈ സഭ വീണുപോയി കഴിഞ്ഞപ്പോഴും ദൈവം പിന്നെ നമ്മളിപ്പോൾ ആദ്യം വായിച്ചതുപോലെ ആമോസ് പ്രവാചകനിലൂടെ ദൈവം എന്ത് വാഗ്ദത്തം ചെയ്തു അറിയാവോ? ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും പണിയും അന്നാളിൽ എന്ന് ആ വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന ദാവീദിന്റെ പുത്രൻ വരുന്ന കാലത്ത് ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും പണിയുകയും അതിൻ്റെ ഇടിവുകളെ നന്നാക്കുകയും അതിൻ്റെ കേട് പോക്കുകയും ആ ഇസ്രായേൽ സഭയെ ഞാൻ യഥാസ്ഥാനത്താക്കുകയും ചെയ്യുന്നുള്ളായിരിക്കുന്ന ആ പ്രവചന പ്രകാരം നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ദാവീദ്യ സന്തതിയായി വാഗ്ദത്ത സന്തതിയായി ഈ സഭ കെട്ടിപ്പൊക്കേണ്ടതിനായിട്ട്
ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ പിന്നെ മീക പ്രവചനത്തിൽ കർത്താവ് ജനിക്കുന്നതിനെ കുറിച്ച് വായിക്കുന്നില്ലേ? മീക പ്രവചനം 5:2 ബേത്ലഹേം എഫ്രാത്തെ ആ യഹൂദ സഹസ്രങ്ങളിലെ ചെറിയവനായിരുന്നാലും ഇസ്രായേലിന് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സഭയ്ക്ക് അധിപതി ആയിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അപ്പോൾ ഈ ഇസ്രായേൽ സഭ വീണുപോയി, ദാവീദിന്റെ കൂടാരം വീണുപോയി. ഈ ദാവീദിന്റെ കൂടാരത്തെ നിവർക്കണമെങ്കിൽ ആര് വരണം? വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന മശിഹ വരണം. ഈ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജനിച്ചത് ബേത്ലഹേമിലാണെന്ന് നമുക്കറിയാം. ഇത് കർത്താവിനെ കുറിച്ചുള്ളായിരിക്കുന്ന, കർത്താവിന്റെ ജനനത്തെ കുറിച്ചുള്ളായിരിക്കുന്ന പ്രവചനമാണെന്ന് എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം. വെച്ചുകൊണ്ട് വേണം നമുക്ക് പുതിയ നിയമത്തിലെ സഭയെക്കുറിച്ച് പഠിക്കാൻ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ എന്താ, സഭ എന്നുള്ളതായിരിക്കുന്ന ഈ കാര്യം പുതിയ നിയമത്തിൽ മാത്രമല്ല ഉള്ളത്. അത് ഇസ്രായേൽ സഭയെക്കുറിച്ചാണ് പഴയ നിയമത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഇസ്രായേൽ സഭയെ മേയിക്കേണ്ടതിനാണ് മോശ മുതലുള്ളായിരിക്കുന്ന സകലരെയും ദൈവം നേതാക്കന്മാരായി ഇസ്രായേലിന് കൊടുത്തത്. പക്ഷേ എന്ത് ചെയ്യാം, ദാവീദിനെ അവർക്ക് രാജാവായി കൊടുത്തിട്ട് പോലും സംഭവിച്ച കാര്യം എന്താ അറിയാം? വീണുപോയി. ദാവീദിന്റെ കൂടാരമാണ് വീണുപോയതെന്ന് എന്ന് പറഞ്ഞാൽ ദാവീദ്യ പാരമ്പര്യത്തിൽ നേതൃത്വത്തിൽ ഇസ്രായേൽ സഭ എന്നും സംരക്ഷിക്കപ്പെടണമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് ദാവീദിന്റെ കൂടാരം തന്നെ അങ്ങ് വീണുപോയി. ഇസ്രായേൽ സഭ ഒരു ജാതി അല്ലാതെ വണ്ണം ലോകത്തിൽ മുടിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴും പ്രവാചകനിലൂടെ പറഞ്ഞു, അന്ന് ഞാൻ കേട് പോക്കും. അതായത് വാഗ്ദത്ത സന്തതി വരും, വാഗ്ദത്ത സന്തതി വരുമ്പോൾ ഈ സഭയുടെ കേട് ഞാൻ പോക്കും, അതിൻ്റെ ഇടിവുകളെ ഞാൻ നന്നാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുക്കൽ വരികയും മറിയോട് പറഞ്ഞു, പിന്നെ നിന്നിൽ നിന്ന് ഒരു പ്രജ ഉത്ഭവിക്കും, അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ എന്നേക്കും രാജാവായിരിക്കും, അവൻ ഇസ്രായേലിന് രാജാവായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇസ്രായേലിന് രാജാവായിട്ട് ലോകത്തിലേക്ക് വന്നു. ഈ കർത്താവിനെ കുറിച്ചുള്ളായിരിക്കുന്ന പ്രവചനത്തിലും പറയുന്നത് എൻ്റെ ജനത്തെ മേയിക്കേണ്ടതിനുള്ള, ഇപ്പം മീകായിൽ നമ്മൾ വായിച്ചത്, എൻ്റെ ജനത്തെ മേയിക്കേണ്ടതിന് ഉള്ളതായിരിക്കുന്നവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും എന്ന് പറഞ്ഞാൽ ഈ സഭയെ കെട്ടിപ്പൊക്കാൻ തക്കവണ്ണം യോഗ്യനായിരിക്കുന്നവൻ വരുമെന്നുള്ളായിരിക്കുന്ന ആ പഴയ നിയമ തിരുവെഴുത്തിൻ പ്രകാരമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജനിച്ചത്. അപ്പൊ ഈ സഭ എവിടുന്ന് തുടങ്ങിയതാ? പറയൂ. പഴയ നിയമകാലം മുതൽ ആരംഭിച്ചതായിരിക്കുന്ന സഭയാണ്. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുന്നു. ഇനി പറയുന്ന വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാതെ അറിയാം. ഓക്കെ, നമുക്കിനി അടുത്ത വാക്യം വായിക്കാം. മത്തായി സുവിശേഷത്തിലേക്ക് വരാം. അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. ഈ വാക്യമാണ് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിന് മുഴുവൻ സഭ എന്നുള്ളതായിരിക്കുന്ന ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്നതായിരിക്കുന്ന ചിത്രം ഇതാണ്. ഞാനിത് ഏതാണ് കർത്താവ് പണിയുമെന്ന് പറഞ്ഞ സഭ എന്ന് നിങ്ങൾക്ക് ബോധ്യം വരാനാണ് ഞാൻ ഈ പഴയ നിയമത്തിൽ നിന്ന് വളരെ വേഗത്തിലാണെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. ഇവിടെ പല സംശയങ്ങളുണ്ട്, പല ചോദ്യങ്ങളുണ്ട്. പത്രോസിൻ്റെ മേലാണോ സഭ പണിത് എന്ന് ചോദിച്ച ആൾക്കാർ പറയും, അല്ല, പത്രോസിൻ്റെ മേലെയല്ല സഭ പണിത്, ക്രിസ്തുവിൻ്റെ മേലെയാണ് സഭ. അപ്പോൾ പത്രോസെ, നീ പത്രോസാവുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നല്ലേ പറഞ്ഞ് എന്ന് ചോദിച്ചാൽ അവർ പറയും, ഈ പാറമേൽ എന്ന് പറഞ്ഞാൽ കർത്താവ് ഈ പാറ തന്നെ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത്. അതായത് യഥാർത്ഥ പാറ ക്രിസ്തുവാണ്. അപ്പോൾ പത്രോസ് എന്ന് പറഞ്ഞാൽ പെട്ര എന്ന വാക്കിൻ്റെ അർത്ഥം പാറ കഷ്ണം എന്നാണ്. ഈ പാറ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. അപ്പോൾ പത്രോസെ, നീ പത്രോസാവുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ കർത്താവ് പത്രോസെ, നീ പാറ കഷ്ണമാകുന്നു, ഈ പാറമേൽ എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കും. അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു ചോദിക്കുക, വ്യാഖ്യാനിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കർത്താവ് തന്നെ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത്, എങ്ങനെ ആര് വ്യാഖ്യാനിക്കും? പത്രോസ് ആകുന്ന പാറയുടെ മേലാണ് സഭ പണിതെന്ന് സ്ഥാപിക്കാനൊന്നും ഞാനില്ല. പക്ഷേ ഇനി അങ്ങനെ സ്ഥാപിച്ചാലും അതിനകത്ത് തെറ്റൊന്നുമില്ല. അതിൻ്റെ താഴേക്ക് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ പറയുന്ന നോക്കിയേ, എന്താണ്? സ്വർഗരാജ്യത്തിന് താഴെ 19-ാം വാക്യം, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ആർക്ക് തരുന്നു എന്നാ പറഞ്ഞ? സ്വർഗരാജ്യത്തിന്റെ താക്കോല് ആരുടെ കയ്യിലാണ് കൊടുത്തേ? നിങ്ങൾക്ക് സംശയമുണ്ടോ? പത്രോസിന്റെ കൈ തന്നെയല്ലേ കൊടുത്തേ? പത്രോസ് തന്നെ തുറക്കണ്ടേ? നീ ഭൂമിയിൽ എന്തെങ്കിലും തുറന്നാൽ എവിടെ തുറന്നിരിക്കും? സ്വർഗത്തിൽ തുറന്നിരിക്കും. നീ ഭൂമിയിൽ എന്തെങ്കിലും അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ, കെട്ടിക്കഴിഞ്ഞാൽ അത് സ്വർഗത്തിൽ
അപ്പൊ പിന്നെ ഭയങ്കര അപ്രമാദിത്വമല്ലേ ഇവിടുത്തെ, ഭയങ്കര അധികാരമല്ലേ പത്രോസിന് കൊടുത്തത്. അപ്പൊ പിന്നെ പത്രോസിനോട് ഈ പറഞ്ഞത് പത്രോസിനെ ഉദ്ദേശിച്ചല്ല കർത്താവിനെ ഉദ്ദേശിച്ചാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മൂലഭാഷയിൽ പോലും അങ്ങനെ വ്യാഖ്യാനിക്കാനുണ്ടായിരിക്കുന്ന അർത്ഥമൊന്നും കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. സുവിശേഷം 16-ാം അധ്യായത്തിൽ അവിടെ പറയുന്നതായിരിക്കുന്ന കാര്യം എന്താ അറിയാമോ? പത്രോസിനോട് പറയുകയാണ്, പത്രോസെ നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും എന്ന് പത്രോസിനോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? പത്രോസിന് ഈ സഭയുടെ, അതായത് ഈ പറയുന്നതായിരിക്കുന്ന യഹൂദ സഭയുടെ മേധാവിത്വം വരമേൽപ്പിച്ചു എന്ന് തന്നെയാണ്. ഒരു സംശയവും വേണ്ട, നിങ്ങൾ ആരും സംശയിക്കണ്ട. 12 അപ്പോസ്തലന്മാരിൽ ഒന്നാമൻ പത്രോസ് എന്ന് തന്നെയാണ് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്. അവരിൽ ഒന്നാമൻ പത്രോസ് എന്ന് എഴുതിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയപ്പോൾ തലയും വള്ളവും എടുത്ത് തിബിരിയാസിലേക്ക് മീൻ പിടിക്കാൻ പോയ പത്രോസിനെ നോക്കിയേ. പുറകെ ചെന്നിട്ട് കർത്താവ് അവരെ കണ്ടു അല്ലേ? അവരെ കണ്ടിട്ട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അവരിങ്ങനെ മത്തിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് അവിടെ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് അറിയില്ലേ? വായിക്കണ്ടല്ലോ. എന്താ ചോദിച്ചേ? പത്രോസേ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് എന്താ മറുപടി പറഞ്ഞേ? ഉവ്വ് കർത്താവേ, ഞാൻ സ്നേഹിക്കുന്നു. കർത്താവ് എന്താ അതിന് മറുപടി കൊടുത്തേ? എൻ്റെ ആടുകളെ എന്ന് പറഞ്ഞാൽ പത്രോസിന് ഉത്തരവാദിത്വം കൊടുത്തില്ല എന്നാണോ? എത്ര പ്രാവശ്യം ചോദിച്ചു? 3 പ്രാവശ്യം ചോദിച്ചു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പത്രോസിനാണ് ഈ കർത്താവായി യേശു ക്രിസ്തു പണിതായിരിക്കുന്ന ആ ദാവീദിന്റെ വീണുപോയ കൂടാരം എന്ന യഹൂദ സഭയുടെ മേൽ പരമ അധ്യക്ഷ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും ആർക്കും നിഷേധിക്കാനായിട്ട് പറ്റുകയില്ല. ആരെന്തൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചാലും ശരി, നിഷേധിക്കാനായിട്ട് പറ്റുകയില്ല. 3 പ്രാവശ്യം ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ, കർത്താവേ, നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ ആടുകളെ മേയിക്കുക, എൻ്റെ ആടുകളെ മേയിക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന 3 പ്രാവശ്യവും കർത്താവ് പറഞ്ഞത് പത്രോസിന് ആ ചുമതല കൊടുത്തിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. പത്രോസിലൂടെ തന്നെ യഹൂദ മതത്തിലേക്ക് ജാതികൾ രക്ഷിക്കപ്പെട്ടു വരണമെന്നുള്ളായിരിക്കുന്ന പഴയ നിയമ പ്രവചനം നിവൃത്തിയാണമായിരുന്നു. ഈ പത്രോസ് തന്നെ അതിന് വാതിൽ തുറക്കണമായിരുന്നു. പത്രോസിലൂടെ വേണമായിരുന്നു. പത്രോസ് വാതിൽ തുറക്കണം. നീ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, നീ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റില്ല. ഈ ഉത്തരവാദിത്വം, ഈ അധികാരം ഒന്നാമനായ പത്രോസിനാണ് കൊടുത്തത്. ഈ പത്രോസിന് ഈ ഉത്തരവാദിത്വം കൊടുത്തിട്ട് ഈ പത്രോസിനെ നിർബന്ധിച്ച് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വിടുന്നു കേട്ടിട്ടില്ലേ? കൊർന്നല്യോസ് ജാതിയനല്ലേ? യഹൂദ മതാനുസാരിയായിരിക്കാം, ഒരു ജാതിയനല്ലേ കൊർന്നല്യോസ്? ഈ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പത്രോസിനെ എന്തിനാ വിട്ടെന്നറിയാമോ? പത്രോസിനെ വിട്ടത് പത്രോസിലൂടെ ആ വാതിൽ തുറക്കണം. എന്താ പഴയ നിയമത്തിലെ പ്രവചനം എന്നറിയാമോ? അനേക ജാതികളും നിന്റെ കാൽപാദങ്ങളെ അന്വേഷിച്ചു വരും, അനേക വംശങ്ങളും ഇസ്രായേലിന്റെ ദൈവത്തെ അന്വേഷിച്ചു വരും, അനേകരും യഹൂദ മതത്തോട് ചേർന്ന് യഹൂദ സഭയിലേക്ക് ചേരണം. ആ വാഗ്ദത്തമാണ് പണ്ട് അബ്രഹാമിന് കൊടുത്ത, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത്. ഇതിനു വേണ്ടിയിട്ട് അതിന്റെ വാതിൽ തുറക്കാൻ പത്രോസിനെ ഏൽപ്പിച്ച്, പത്രോസ് പോവില്ല എന്ന് പറഞ്ഞു. കർത്താവേ, ഞാൻ പോവില്ല എന്ന് പറഞ്ഞു ജാതികളുടെ അടുക്കിലേക്ക്. സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-ാം വാക്യമൊക്കെ വായിച്ചിട്ട് പറയും, സകല ജാതികളോടും പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞതിനെ കുറിച്ച് ആൾക്കാർ പറയുന്നത്, സഭയിലെ വിശ്വാസികൾ പറയും. എന്താ പറയുന്നത് അറിയാമോ? സകല ജാതികൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുക്കിലേക്ക്, അല്ലെങ്കിൽ ലോകത്തിലെ സകല ജാതികളും വന്ന് അല്ല, അത് യഹൂദന്മാർ ചെതറിക്കിടക്കുന്നതായിരിക്കുന്ന സകല രാജ്യങ്ങളിലും പോയി സുവിശേഷം പറയാനാ. അങ്ങനെ ഒരു ചുമതല കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പത്രോസിന് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും നിർബന്ധിക്കണമായിരുന്നോ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പോകാൻ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്രയും നിർബന്ധിക്കണമായിരുന്നോ? പത്രോസിനോട് പറഞ്ഞു, നീ പോകാൻ പറഞ്ഞു ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. ഞാൻ പോകില്ല, ജാതികളുടെ അടുക്കലേ ഞാൻ പോകില്ല കർത്താവെ. അശുദ്ധമായതൊന്നും ഞാൻ തിന്നിട്ടില്ല. അതായത് തുപ്പട്ടിയിൽ സാധനങ്ങളൊക്കെ ഇറക്കി കൊടുത്തിട്ട് പറഞ്ഞു, അശുദ്ധമായതൊന്നും ഞാൻ തിന്നിട്ടില്ല എന്ന് നിനക്കറിയില്ലേ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു, ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് എണ്ണുന്നുവോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഓർത്താൽ ഞാൻ വായിക്കാതെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ പത്രോസ് വന്നു, പുറത്തു വന്നവരെ കണ്ടു, സ്വീകരിച്ചു. എന്നിട്ട് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ പത്രോസ് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അങ്ങനെ ജാതികളുടെ സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളുവിൻ എന്ന് ജാതികളെ കുറിച്ചാണ് ഈ 12 അപ്പോസ്തലന്മാരോട് പറഞ്ഞതെങ്കിൽ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പോയിട്ട് പത്രോസ് ആ ചോദ്യം ചോദിക്കുമോ? എന്താ ചോദിച്ചെന്നറിയാമോ? നീ വിളിപ്പിച്ച കാര്യം എന്താകുന്നു? ഞങ്ങൾക്ക് ജാതികളോട് കൂടെ സംസർഗം പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് നിനക്കറിയാമല്ലോ. വായിക്കണോ? 27-28.
അവനോട് സംസാരിച്ചു കൊണ്ട് അകത്ത് ചെന്നു. അനേകർ വന്നുകൂടിയിരിക്കുന്നത് കണ്ടു അവനോട് പത്രോസ് പറയുകയാണ്, ജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പോയിട്ട് സന്തോഷത്തോടെ എൻ്റെ കർത്താവ് എന്നെ അയച്ചതല്ലേ എന്നും പറഞ്ഞങ്ങ് ചെന്ന് സുവിശേഷം പറയാൻ എല്ലാവർക്കും പത്രോസ് ചെയ്ത്, നീ എന്തിനാ വിളിപ്പിച്ചേ? അങ്ങനെ ജാതികളുമായിട്ട് ബന്ധം പാടില്ല എന്ന് ഞങ്ങൾക്ക് പാടില്ല എന്നുള്ളത് നിനക്ക് അറിയില്ലെന്ന് ചോദിച്ചേ. അപ്പം ഞാൻ പറഞ്ഞത്, ഈ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് എന്തിന് കർത്താവ് പത്രോസിനെ അയച്ചു എന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ സഭയാകുന്ന ഇസ്രായേൽ ജനതയിലൂടെ ജാതികൾ അനുഗ്രഹിക്കപ്പെടണം. ഇതാണ് ദൈവത്തിൻ്റെ നിത്യ പദ്ധതി. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളായിരിക്കുന്ന ദൈവത്തിൻ്റെ നിത്യ പദ്ധതി ഇതാ. യഹൂദ സഭയിലൂടെ വേണം, യഹൂദന്മാരിലൂടെ വേണം ജാതികളിലേക്ക് അനുഗ്രഹം പോകാൻ. ഈ പണിയായിരുന്നു ദൈവം മോശയിലൂടെ തുടങ്ങി ഇസ്രായേൽ ജനത്തിലൂടെ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവന്നത്. എന്നാൽ സംഭവിച്ചത് എന്താ? വീണുപോയി ദാവീദിന്റെ കൂടാരം. അതിന് യോഗ്യനായിരിക്കുന്നവൻ വന്നപ്പോൾ പറഞ്ഞു, ആ കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. ആ സഭയെക്കുറിച്ച് യാക്കോബ് പറഞ്ഞു, ഇതിനെക്കുറിച്ചല്ലേ പണ്ട് എഴുതിയിരുന്നത്? ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയണമെങ്കിൽ ആര് വരണം? വാഗ്ദത്ത മശിഹ വരണം. യഹൂദന്റെ സഭയെ പണിയുന്ന പറഞ്ഞ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ജാതികളുടെ ഇടയിൽ സുവിശേഷം പറഞ്ഞ് ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നു എന്നുള്ളായിരിക്കുന്ന കാര്യം അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ വന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരോട് പറയുന്നുണ്ട്. അപ്പോസ്തലന്മാരോട് പറഞ്ഞു, ജാതികൾ ഞങ്ങൾ പറയുന്ന സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. പൗലോസ് ഈ കാര്യം വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യാക്കോബ് എഴുന്നേറ്റിട്ട് പറയാണ്, അനന്തരം ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും പണിയുമെന്ന് എഴുതിയിട്ടില്ലയോ? അതാകുന്നു ഇത്. വായിക്കണോ നിങ്ങൾക്ക്? അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 14-13 വരെയുള്ള വാക്യങ്ങൾ. അവർ പറഞ്ഞു നിർത്തിയ ശേഷം, പൗലോസൊക്കെ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്, സഹോദരന്മാരെ, എൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശീമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ വായിച്ച ആമോസിന്റെ പുസ്തകത്തിലെ ആ പ്രവചനം പറയുക യാക്കോബ്. എന്താണെന്നറിയാവോ? അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിൻ്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരും എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്നത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്ന്. അപ്പൊ യാക്കോബിന് എന്ത് മനസ്സിലായി? ദാവീദിന്റെ വീണുപോയ കൂടാരം എന്നുള്ളായിരിക്കുന്ന ആ സഭയെ പണിയാൻ ആര് വരണം? മശിഹ വരണം. ഈ മശിഹയിലൂടെ ഉള്ളായിരിക്കുന്ന ഈ രക്ഷാ പ്രവൃത്തി ആയിരിക്കാം പൗലോസെ നീ പോയി ജാതികളുടെ ഇടയിൽ പറയുമ്പോൾ ജാതികൾ രക്ഷിക്കപ്പെട്ടു വരുന്നത് എന്ന ഒരു ധാരണയിലാണ് യാക്കോബ് പറയുന്നത്. യാക്കോബ് ഇവിടെ പറയുന്നതായിരിക്കുന്ന കാര്യം തിരുവെഴുത്തിൻ പ്രകാരം, യഹൂദന്മാരുടെ വിളിയിൻ പ്രകാരം, യഹൂദ സഭയിൻ പ്രകാരം തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല. അത് വളരെ കറക്റ്റാ. അവനോട് വാഗ്ദത്തം ചെയ്തില്ലേ, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞില്ലേ അബ്രഹാമിനോട്. ഈ പദ്ധതി ഈ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ പണിതാൽ, ദാവീദിന്റെ വീണുപോയ സഭയെ നിവർത്തി കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ജാതികളൊക്കെയും യഹൂദ മതാനുസരികളായി രക്ഷപ്പെടാനുള്ളായിരിക്കുന്ന ചാൻസ് തുറക്കുകയുള്ളൂ. ഇതാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. യാക്കോബ് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. യഹൂദന്റെ വീണുപോയ സഭയെ വീണ്ടും പണിയുമെന്നാണ് കർത്താവ് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കുക. ശരി, കർത്താവ് എന്നിട്ട് ഈ സഭ എപ്പോഴാണ് പണിത്? ഇത് എപ്പോഴാണ് കർത്താവ് പണിത് എന്ന് വ്യക്തമായിരിക്കുന്ന ഒരു ഉപദേശം നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ഞാൻ നിങ്ങളെ ചില കാര്യം വായിച്ച് കേൾപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12 മുതൽ 13 വരെ. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ഒരു രാത്രി മുഴുവൻ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ഏകദേശം സഭാസ്ഥാപനം ഇവിടെ ആയിരിക്കാം. അതായത് ഞാൻ മത്തായി സുവിശേഷം 16-ാം എന്താ പറഞ്ഞേ? ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് ഭാവികാല പ്രയോഗം അല്ലേ? അപ്പോൾ ഇത് എപ്പോൾ പണിതിരിക്കാം എന്ന ഒരു സാധ്യത ഞാൻ പറയുന്ന കേട്ടോ. 100% ഉറപ്പിച്ചല്ല, സാധ്യത. അപ്പൊ ഇവിടെ പറയാണ്, ഒരു രാത്രി മുഴുവൻ കർത്താവ് മലയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവിനെ സ്ഥിരമായി പിൻഗമിക്കുന്ന കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു.
അടുക്ക വിളിച്ചിട്ട് അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു, അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേർ വിളിച്ചു. എന്നിട്ട് അവരുടെ പേരെല്ലാം പറഞ്ഞു, താഴേക്ക് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു രാത്രി മുഴുവൻ മലയിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ച കർത്താവ് ഇറങ്ങി വന്നിട്ട് ശിഷ്യന്മാരെയെല്ലാം, തന്നെ എപ്പോഴും പിൻഗമിക്കുന്നവരുണ്ടല്ലോ, ആ പിൻഗമിക്കുന്ന ശിഷ്യന്മാരെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവരിൽ നിന്ന് ഒരു 12 പേരെ മാത്രം വേർതിരിച്ചിട്ട് അവർക്ക് അപ്പോസ്തലന്മാർ എന്നുള്ള പേർ വിളിച്ചു. ആ സമയത്തായിരിക്കാം കർത്താവ് ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ സഭ ആരംഭിച്ചത് എന്ന് ന്യായോചിതമായിട്ട് ചിന്തിക്കാം. എന്താ കാരണം എന്നറിയാവോ? ഈ സഭ കർത്താവിൻ്റെ ജീവിതകാലത്ത് തന്നെ കർത്താവ് പണിതു എന്നുള്ളതിന് തെളിവുണ്ട് ബൈബിളിൽ. അത് എപ്പോഴാണെന്ന് വ്യക്തമല്ല. ഇതായിരിക്കാമെന്ന് ഞാൻ ഊഹിക്കുകയും നിങ്ങളോട് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ കർത്താവിൻ്റെ ജീവിതകാലത്ത് തന്നെ ഈ സഭ പണിതു എന്ന് കാണാനായിട്ട് പറ്റും. മത്തായി സുവിശേഷം 18 അധ്യായത്തിലേക്ക് വരാം. മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. കേൾക്കാഞ്ഞാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക. സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറംജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ ആ യഹൂദന്മാരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് നീയും നിന്റെ സഹോദരനുമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ നിങ്ങൾ 2 പേര് മാത്രം ഉള്ളപ്പം നീയും അവനും കൂടെ ഇരിക്കുമ്പോൾ ഈ കാര്യം പറയുക. എന്നിട്ട് അവന് ബോധ്യം വരുന്നില്ലെങ്കിൽ 2-3 പേരെ കൂട്ടിക്കൊണ്ട് ചെന്നിട്ട് ഈ കാര്യം പറഞ്ഞ് പരിഹരിക്കാനായിട്ട് നോക്കുക. എന്നിട്ടും ബോധ്യം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാനാ പറഞ്ഞേ? സഭയോട് അറിയിക്കണം. ഏത് സഭയോട്? അപ്പൊ ഏതാ സഭയുള്ളേ? നിങ്ങൾ തന്നെ ചിന്തിക്കുക. കർത്താവ് ഈ പണിയുമെന്ന് പറഞ്ഞ സഭ ഇതിനിടയിൽ പണിതിട്ടല്ലേ പറയുന്നത് ഈ സഭയോട് അറിയിക്കാൻ പറഞ്ഞേ? ഓക്കെ, മനസ്സിലായോ? കർത്താവിൻ്റെ ഉപദേശകാലത്തെല്ലാം കൂടെ നടന്നവനായിരിക്കുന്ന ഈ 2 പേരിൽ ആരെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞ് അവർ ചീട്ട് മത്യാസിന് വീണു. അപ്പൊ കർത്താവിൻ്റെ കൂടെ നിരന്തരം നടന്നായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. 70 സുവിശേഷകരെ വേറെ അയക്കുന്നില്ലേ? അതൊക്കെ കർത്താവിൻ്റെ കൂടെ സ്ഥിരം നടന്നവരാ. ആ നടന്ന ശിഷ്യന്മാരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. ഒരു രാത്രി മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് കർത്താവ് ഞാൻ പണിയുമെന്ന് പറഞ്ഞ സഭ പണിതത്. ആ സഭയോടാണ് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ ആ സഭയോട് അറിയിക്കട്ടെ എന്നാണ് ഇവിടെ പറഞ്ഞതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയാണ് സഭ ഉണ്ടായത്. ഈ സഭയിലുള്ളവരുടെ സംഖ്യ എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ ഏകദേശം 120 പേരായിരുന്നു. എന്നോട് കേട്ട വാക്തത്വത്തിന് വേണ്ടി യെരൂശലേം വിട്ടുപോകാതെ കാത്തിരിക്കണം എന്ന് പറഞ്ഞില്ലേ? ആ കാത്തിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ സംഘത്തിൽ 120 പേരുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം ഈ 120 പേരിൽ നിന്നാണ് ഈ 12 പേരെ തിരഞ്ഞെടുത്തതെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഞാനതൊന്നും ഉറപ്പ് പറയുകയല്ല, അങ്ങനെയും വേണമെങ്കിൽ ചിന്തിക്കാം. എന്തായാലും ഇവര് ആ യെരൂശലേമിലെ മുറിയില് ഇവർ ഒരുമിച്ച് ഇരിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നത്. ആ പരിശുദ്ധാത്മാവിനെ തന്നെ കൊടുത്തത് സഭയ്ക്ക് കൊടുക്കുമെന്നല്ല പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇന്നത്തെ ക്രിസ്തീയ സഭകളെല്ലാം പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? എന്ന് ഉണ്ടായെന്ന് ചോദിച്ചാൽ പെന്തക്കോസ് ദിനത്തിൽ ഉണ്ടായിരുന്ന. എൻ്റെ പ്രിയമുള്ളവരെ, പെന്തക്കോസ് ദിനത്തിൽ പരിശുദ്ധാത്മാവ് വന്നത് നമ്മളുടെ ജാതികൾ അടങ്ങുന്ന പുതിയ നിയമസഭയുടെ മേലെയൊന്നും അല്ല. ആ സഭ പണിയാൻ വേണ്ടിയിട്ടും അല്ല പരിശുദ്ധാത്മാവ് വന്നത്. അത് യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ പറയുന്നതായിരിക്കുന്ന സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരം നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എന്നുള്ളായിരിക്കുന്ന പ്രവചന നിവൃത്തിയാണ് ആ പെന്തക്കോസ് ദിനത്തില് ഈ 120 പേരുടെ മേൽ നടന്നത്. ഇനി അതുകൊണ്ട് ആ യഹൂദന്മാരുടെ സഭയാണ് കർത്താവ് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ പണിയുമെന്ന് പറഞ്ഞായിരിക്കുന്ന ആ സഭയാണ് ആ 120 പേരുടെ സഭ. 2-ാം അധ്യായത്തിന്റെ 47-ാം വാക്യത്തിൽ വായിക്കുന്ന വാക്യം എന്താണെന്നറിയാമോ? അവിടെ വായിക്കുന്നത് എങ്ങനെയാ? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പൊ അവിടെ സഭ വേണ്ടേ? നിങ്ങൾ തന്നെ ചിന്തിക്കും, നിങ്ങൾ തന്നെ ഒരു ഉത്തരം പറ. സഭ വേണ്ടേ? സഭയില്ലാതെ എങ്ങനെയാ സഭയോട് ചേർക്കുന്നത്? പത്രോസ് ആദ്യത്തെ ദിവസം തന്നെ അവിടെ ഒന്ന് പ്രസംഗിച്ചപ്പോൾ 3000 പേരാണ് വിശ്വാസത്തിന് അധീനരായി തീർന്നത്. അവരെ എങ്ങോട്ട് ചേർത്തു? ഈ 120 പേരുടെ സംഘത്തോട് ചേർത്തു. അപ്പൊ ഈ 120 പേരടങ്ങുന്ന ഈ സംഘമായിരുന്നു ഈ കർത്താവ് പണിയുമെന്ന് പറഞ്ഞ സഭയുടെ ആദ്യത്തെ അംഗങ്ങൾ. അതിലേക്കാണ് രക്ഷിക്കപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടിരുന്നത്. പെന്തക്കോസ് ദിനത്തിൽ ഒരു സഭയും ലോകത്തിൽ തുടങ്ങിയിട്ടില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. സഭ എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭ എന്നൊരൊറ്റ കാഴ്ചപ്പാട് മാത്രം വെച്ച് നമ്മൾ പുലർത്തരുത്, ചിന്തിക്കരുത്. ഇസ്രായേലിനെ
ദൈവത്തിൻ്റെ സഭ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സഭ വീണുപോയി. ഈ സഭയെ വീണ്ടും പണിയാനാണ്, അതിനെ നിവർക്കാനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. കർത്താവ് മത്തായി സുവിശേഷം 16 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞത് ആ ദാവീദിന്റെ വീണുപോയ കൂടാരമാകുന്ന യഹൂദ സഭയെ പണിയുമെന്നാണ് പറഞ്ഞത്. ആ സഭ കർത്താവ് എപ്പോൾ പണിതു എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ കർത്താവ് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത ആ ആ സമയത്തായിരിക്കാം അത് സ്ഥാപിച്ചത്. ഒരു പക്ഷേ എന്ന് ഞാൻ പറയുന്നത്, നമുക്ക് വ്യക്തതയില്ല, ബൈബിളിൽ കാണാത്തതിന് ഞാൻ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോഴായിരിക്കും ഇത് സ്ഥാപിച്ചത്. എന്തായാലും കർത്താവ് തൻ്റെ ജീവിതകാലത്ത് ഈ സഭയെ പണിതു എന്നുള്ളതിന് വ്യക്തമാണ്. നിങ്ങളിൽ 2 പേർക്ക് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആരെയും കണക്ക് കൂട്ടിയില്ലെങ്കിൽ നിങ്ങൾ സഭയോട് അറിയിക്കാൻ പറഞ്ഞത്. ആ സമയത്ത് നിലവിൽ കർത്താവിൻ്റെ സഭയുണ്ടായിരുന്നു. ആ സഭയിലെ അംഗങ്ങൾ എത്ര പേരായിരുന്നു എന്ന് ചോദിച്ചാൽ ഏകദേശം 120 പേരായിരുന്നിരിക്കാം എന്ന് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നിന്ന് കാണാം. ആ പത്രോസിന്റെ 1-ാമത്തെ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ട് വന്നവരായിരിക്കുന്നവരെ ആ 120 പേരടങ്ങുന്ന സംഘത്തോടാണ്, ആ സഭയോടാണ് ദൈവം ചേർത്തത്, അല്ലെങ്കിൽ കർത്താവ് ചേർത്തുകൊണ്ടിരുന്നത്. അല്ലാതെ പെന്തക്കോസ്ത് ദിനത്തിൽ ഒരു സഭയും ആരംഭിച്ചിട്ടില്ല. ഇന്ന് ലോകത്തിലെ എല്ലാ ക്രൈസ്തവരും പെന്തക്കോസ്ത് ദിനത്തിലാണ് സഭ ആരംഭിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സഭയുമായിട്ട് നമ്മൾക്ക് യാതൊരു ബന്ധവും ഇല്ല. യഹൂദ സഭയുമായിട്ട് നമുക്കെന്ത് ബന്ധം? കർത്താവ് പണിയുമെന്ന് പറഞ്ഞ സഭയായിട്ട് നമുക്കെന്ത് ബന്ധം? കർത്താവ് പണിത സഭയുമായിട്ട് നമുക്കെന്ത് ബന്ധം? പെന്തക്കോസ്ത് ദിനത്തിലെ 12 അപ്പോസ്തലന്മാരോട് ചേർന്നായിരിക്കുന്ന സഭയോട് നമുക്കൊരു ബന്ധവും ഇല്ല. അത് യഹൂദ സഭയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഞാൻ സഭയുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ സഭ ഏതാ? നമ്മുടെ സഭയെക്കുറിച്ച് എങ്ങനെയാണ് പഠിക്കുന്നത്? എനിക്ക് ഈ 1-ാമത്തെ കാര്യം പറഞ്ഞപ്പോൾ എത്രത്തോളം നിങ്ങൾ ഗ്രഹിച്ചു എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ദൈവം നിങ്ങളുടെ ഹൃദയം തുറക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ നമ്മുടെ സഭയെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളെ അതൊന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സഭ ആരംഭിച്ചത് സ്വർഗത്തിലേക്ക് പോയ കർത്താവ് സ്വർഗത്തിൽ നിന്ന് പൗലോസ് അപ്പോസ്തലനെ വിളിച്ചാണ് ആരംഭിച്ചത്. കർത്താവ് പണിതായിരിക്കുന്ന ഈ സഭ, അതായത് യഹൂദ സഭ, താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. അതിനുശേഷം സ്വർഗത്തിലേക്ക് പോയ കർത്താവ് സ്വർഗത്തിൽ നിന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ വിളിച്ചിട്ട് സഭ, അതായത് ഈ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ഭൂമിയിൽ ആരംഭിക്കുകയായിരുന്നു ചെയ്തത് എന്ന് നമുക്ക് കാണാൻ പറ്റും. പുതിയ നിയമവിശ്വാസികളുടെ സഭ മണവാട്ടി സഭയാണോ, ശരീരമാകുന്ന സഭയാണോ? കർത്താവ് ശിരസും സഭ ശരീരവുമായ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണോ, മണവാട്ടി സഭയാണോ? ശരീരമാകുന്ന സഭ അല്ലേ? പൗലോസിൻ്റെ എഴുത്തുകളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ സഭ മണവാട്ടി സഭയാണെന്ന് കാണിച്ചു തരാനായിട്ട് പറ്റുമോ? ആകെ ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് 2 കൊരിന്ത്യർ ലേഖനത്തിലെ ഒരു വാക്യമാണ്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളും ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അതിന് തൊട്ട് മേലത്തെ വാക്യം പറഞ്ഞത്, എന്നാൽ ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ആൾക്കാർ ചോദിക്കുക, നമ്മളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക, നമ്മളല്ലേ മണവാട്ടി? ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എൻ്റെ പ്രിയ സഹോദര, ഈ വിവാഹ നിശ്ചയം ചെയ്ത് കൊടുത്തതാരാ? പൗലോസ്. അപ്പോൾ പൗലോസ് മണവാട്ടിയിൽ പെടുവോ, മണവാട്ടിയുടെ അപ്പൻ്റെ സ്ഥാനത്ത് പെടുവോ? പൗലോസ് ഈ മണവാട്ടി സഭയിൽ പെടുവോ, പൗലോസ് ഈ മണവാട്ടിയുടെ അപ്പൻ്റെ സ്ഥാനത്ത് വരും? ആരെ വിവാഹ നിശ്ചയം ചെയ്തു കൊടുക്കുന്നത്? വിവാഹ നിശ്ചയം ചെയ്തു കൊടുക്കുന്ന അപ്പനാ. അപ്പോൾ പൗലോസ് അപ്പനല്ലേ? അപ്പോൾ പൗലോസ് ഈ മണവാട്ടി പെടുകയില്ലല്ലോ, ഈ സഭയിൽ പെടുകയില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. സഭ ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ വിട്ട് പലപ്പോഴും പിന്മാറിപ്പോയപ്പോൾ അത് ശാസിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷൻ നിങ്ങളെ നിർമ്മലകനിയായി വിവാഹ നിശ്ചയം ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും മനസ്സിലും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമ്പോൾ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് ഒരു സാദൃശ്യം പറഞ്ഞതാ. അല്ലാതെ കൊരിന്തിലെ സഭ മണവാട്ടി സഭയാണെന്നുള്ള സ്ഥാപനമൊന്നും നടത്തിയതല്ല. അവിടെ സഭ മണവാട്ടിയാണെന്ന് പൗലോസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പൗലോസ് എന്തെന്നേ പറഞ്ഞിട്ടുള്ളൂ അറിയാവോ? ഒറ്റ വാക്യം മാത്രം വായിക്കാം. എഫെസ്യർ ലേഖനം 1:23. എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന
അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. പൗലോസ് എന്തെന്നാ വിളിച്ചത്, പേര് വിളിച്ചത്, അല്ലെങ്കിൽ ഏത് സ്ഥാനത്താണ് സഭയാക്കിയത്? കർത്താവ് ശിരസും സഭ ശരീരവും. അതല്ലേ ആക്കി വെച്ചത്, അല്ലേ? അല്ലാതെ മറ്റൊന്നും ആക്കിയില്ലല്ലോ. എത്ര വാക്യങ്ങളുണ്ട്. ഞാൻ ഈ വാക്യങ്ങളിലേക്ക് എല്ലാത്തിലേക്കൊന്നും പോകുന്നില്ല. നോക്കിക്കേ, അതിൻ്റെ 5-ാം അധ്യായം 22-23 വാക്യം. ഭാര്യമാരെ, കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാവും. ഇതിൽ കൂടുതൽ തെളിവ് വേണ്ടല്ലോ. ഇതേമാതിരി ഒരുപാട് വാക്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ പൗലോസ് സ്വർഗത്തിലേക്ക് പോയ കർത്താവ് സ്വർഗത്തിൽ നിന്ന് പൗലോസിനെ വിളിച്ച് സ്ഥാപിച്ചതായിരിക്കുന്ന കർത്താവിൻ്റെ സഭയെ വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ആകുന്ന സഭയ്ക്ക് അടിസ്ഥാനം ഇട്ടതാരാ? പൗലോസല്ലേ? ഒരു സംശയമില്ലല്ലോ. അപ്പുറത്ത് കർത്താവ് പറഞ്ഞാൽ എന്താ? ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ സഭ ആരുടെയാ? ഇതും കർത്താവിൻ്റെയാണ്. ഈ സഭയും ഈ ശരീരമാകുന്ന സഭയും കർത്താവിൻ്റെ സഭയാണ്. എന്നാൽ ഈ സഭ പണിയാൻ തക്കവണ്ണം ആരെയാ പണിക്കാരനായിട്ട് ഏൽപ്പിച്ചേ? അടിസ്ഥാനം ഇടാൻ ആരെയെ ഏൽപ്പിച്ചേ? പൗലോസിനെ. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. അടിസ്ഥാനമിട്ടിരിക്കുന്നു. അപ്പൊ കർത്താവ് പണിയുമെന്ന് പറഞ്ഞ സഭയും ഈ സഭയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് പൗലോസിനെ വിളിച്ച് ഏൽപ്പിച്ചതാണ്. കർത്താവ് 12 അപ്പോസ്തലന്മാരെ വിളിക്കുമ്പോൾ പൗലോസിനെ അപ്പോസ്തലനായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ല. പൗലോസ് യഹൂദന്മാർക്ക് എതിരായി നിൽക്കുന്നതായിരിക്കുന്ന വ്യക്തിയാണല്ലേ? അത് നമുക്കെല്ലാവർക്കും അറിയില്ലേ? അപ്പോൾ ഉയരത്തിലേക്ക് പോയ കർത്താവ് പൗലോസിനെ വിളിച്ച് ഈ കാര്യങ്ങളൊന്നും ഏൽപ്പിക്കുമ്പോൾ പൗലോസിന് ABCD അറിയില്ല. ആലോചിച്ചേ, കർത്താവ് പണിയുമെന്ന സഭയെക്കുറിച്ച് ഞാൻ എത്ര പഴയ നിയമവാക്യം കാണിച്ചു തന്നു, അല്ലേ? കർത്താവ് പണിയുമെന്ന് പറഞ്ഞ സഭയെക്കുറിച്ച് അതിനെ ഞാൻ അത്രയും കാണിച്ചു തന്നെ, പഴയ വാക്യങ്ങൾ കാണിച്ചു തന്നില്ലേ? അപ്പം അതെല്ലാം പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തായിരിക്കുന്ന കാര്യമില്ലേ ആ സഭ? ആ ദാവീദിന്റെ ഇടിവുകൾ നന്നാക്കുന്ന പുത്രനായിരിക്കുന്ന ക്രിസ്തു, അത് ഇടിവുകൾ നന്നാക്കണം, ആ സഭ പണിയണം, അല്ലേ? അതൊക്കെ ഒരുപാട് വേദഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ നോക്കിയേ, പൗലോസ് ഈ സഭയെക്കുറിച്ച് പറയുന്നത് ഇന്ന് വരെ ലോകത്തിൽ ഒരൊറ്റ കുഞ്ഞുങ്ങൾക്കും അറിയാത്ത, ഇന്ന് വരെ ആർക്കും മനസ്സിലാകാത്ത, ആരും പറയാത്ത മഹാരഹസ്യമായിരുന്നു ഈ സഭ എന്ന ഒരു വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം 1:25. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി, സഭയായ അവൻ്റെ, ഇവിടെയും പറഞ്ഞില്ലേ ശരീരം വന്നു, അല്ലേ? ഇവിടെയും പറഞ്ഞു ശരീരം വന്നു. സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ, ദൈവം പൗലോസിന് കൊടുത്ത ഉദ്യോഗമാണെന്ന് പറഞ്ഞത്, വേറെ ആർക്കും കൊടുത്തല്ല. ആ ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. എന്നിട്ട് താഴെ പറഞ്ഞ എന്താ? അത് ഈ സഭ പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം. പൗലോസിലൂടെ പണിയുന്ന ഈ ദൈവസഭയെക്കുറിച്ച് ഒരൊറ്റ പ്രവാചകന്മാർ പോലും ഒരു ശബ്ദം പോലും പുറപ്പെടുവിച്ചിട്ടില്ല. ഒരുത്തൻ പോലും പറഞ്ഞിട്ടില്ല. ആർക്കും അറിയില്ല. പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മിസ്റ്ററി, രഹസ്യമായിരുന്നു ഈ സഭ എന്ന് പൗലോസ് വ്യക്തമായിട്ട് പറയുക. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിലെ ബ്രദറെ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, അതായത് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിരോധമായിട്ട് ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് പറയുന്നുവെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ ഈ പുതിയ നിയമസഭയെക്കുറിച്ച് സ്വർഗത്തിലെ ദൂതന്മാർക്ക് പോലും അറിയില്ലായിരുന്നോ? അങ്ങനെയല്ലേ എൻ്റെ അർത്ഥം എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വളരെ കറക്റ്റാണ് ബ്രദറെ. ദൈവം തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് വെളിപ്പെടുത്തുള്ളൂ. ദൂതന്മാർക്കല്ല കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദൂതന്മാർക്ക് പോലും ഈ സഭയെക്കുറിച്ച് അറിയുകയില്ല. അതുകൊണ്ട് പൗലോസ് വളരെ കർക്കശമായിട്ട് പറയുന്നത്, ഞങ്ങൾ ഉപദേശിച്ച ഈ ഉപദേശത്തിന് വിരോധമായിട്ട് വേറെ ഒരുത്തൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാന്ന് പറഞ്ഞത്. കാരണം ഈ ഉപദേശ സംഹിത കൊടുത്തത് പൗലോസിന്റെ കയ്യിലാണ്. പൗലോസിലൂടെയാണ് ഈ കൃപായുഗ സഭ അല്ലെങ്കിൽ ഈ ശരീരമാകുന്ന സഭ സ്ഥാപിക്കപ്പെട്ടത് എന്ന് വ്യക്തമായിട്ട് കാണുകയാണ്. എഫെസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യം. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ, നോക്കിയ സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ
അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ആദ്യം എപ്പോഴാ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ അല്ലേ? അതിനു മുമ്പ് അനാദികാലം മുതൽ ഈ സഭ എന്നുള്ളതായിരിക്കുന്ന രഹസ്യം എവിടെ ഉണ്ടായിരുന്നു? ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഇതൊരു പ്രവാചകന്മാരും പറഞ്ഞിട്ടില്ല. ഈ സഭയെക്കുറിച്ചല്ല കർത്താവ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ആരും പൗലോസിനത് വെളിപ്പെടുന്നവരെ ലോകത്തിൽ ഒരു കുഞ്ഞിന് പോലും ഈ സഭ എന്ന മർമ്മം വെളിപ്പെട്ടില്ല. ഇവിടെ പറയാണ്, അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി ഈ കൃപ ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഇത് സഭയെക്കുറിച്ച് തന്നെയല്ലേ പറയുന്നതെന്ന് നോക്കണമെങ്കിൽ അതിൻ്റെ 10-ാം വാക്യം നോക്ക്. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം. അപ്പൊ ഈ അനാദികാലം മുതൽ ദൈവം രഹസ്യമാക്കി സൂക്ഷിച്ചായിരിക്കുന്ന സഭ ഏതാ? പൗലോസിലൂടെ ലോകത്തിന് വെളിപ്പെട്ടതായിരിക്കുന്ന സഭ. അപ്പോൾ ഇതല്ല കർത്താവ് പണിയുമെന്ന് പറഞ്ഞ സഭ. ഈ സഭയല്ല അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുന്ന സഭ. അത് കർത്താവ് പണിത സഭയാണ്. സ്വർഗത്തിൽ നിന്ന് കർത്താവ് തുടങ്ങിയ സഭ വാനമേഘങ്ങളിലേക്ക് കർത്താവ് വന്നെടുക്കപ്പെടുന്നതോടുകൂടെ ഈ സഭായുഗം അവസാനിക്കും. ലോകത്തിൽ പിന്നെ കൃപയുടെ കാലഘട്ടമില്ല. ഇതെന്നേക്കുമായി പൂർത്തിയാകും. അപ്പോൾ ബൈബിളിൽ ശ്രദ്ധയോടെ പഠിക്കുക. 2 സഭയുണ്ട്. ഒന്ന് യഹൂദ സഭ, ഒന്ന് ശരീരമാകുന്ന സഭ. ഒന്ന്, അതായത് യഹൂദ സഭ പ്രവാചകന്മാരിലൂടെ പിതാക്കന്മാരിലൂടെ അരുളി ചെയ്ത സഭയാണ്. എന്നാൽ ശരീരമാകുന്ന സഭ ആർക്കും വെളിപ്പെടാത്തായിരിക്കുന്ന മറഞ്ഞു കിടന്ന മർമ്മമാണ്. ഈ സഭയുടെ പേരാണ്, ഈ മറഞ്ഞു കിടന്ന സഭയുടെ പേരാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. മറ്റത് യഹൂദന്മാരുടെ സഭയാണ്. പൗലോസ് പറഞ്ഞു, ഈ മഹാരഹസ്യം എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിപ്പിച്ചപ്പോൾ ഞാൻ എനിക്ക് മുമ്പേ ഉള്ളായിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോയിട്ടില്ല. ഞാൻ മനുഷ്യരിൽ നിന്ന് പഠിച്ചിട്ടില്ല. മനുഷ്യരാരും എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് അത്രേ പഠിച്ചത്. യേശു ക്രിസ്തു നേരിട്ട് പൗലോസിനെ വിളിച്ച് ഈ മഹാരഹസ്യത്തിൻ്റെ കലവറ തുറന്ന് ഒരു പുതിയ സഭ തുറക്കുകയായിരുന്നു. ഇത് ഉൽപ്രവണത്തിലൂടെ അവസാനിക്കും. പിന്നെ ലോകത്ത് കൃപായുഗമില്ല, കർത്താവിൻ്റെ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇല്ല. അത് അവസാനിക്കും. അതുകൊണ്ട് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റിലെ അംഗങ്ങളായി തീരാൻ ഇപ്പോൾ ഭാഗ്യം ലഭിച്ചവർ അത് നിഷേധിക്കുന്നു എങ്കിൽ ഒരു കാരണവശാലും പിന്നെ ഒരു ചാൻസ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗമാകുവാൻ ഉണ്ടാകില്ല. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ.